ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. MI അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ MI ടെസ്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള 9ഓളം ബുദ്ധികളെ ഒരു വ്യക്തിയിൽ ഏറിയ തോതിലോ കുറഞ്ഞോ കൂടിയോ അളവിൽ ഉള്ള 9 ഇൻ്റലിജൻസുകൾ കണ്ടെത്താനുള്ള ആ ടെസ്റ്റിനെയാണ് MI അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ MI അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത് എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ നാം വിശദീകരിക്കുന്നത്. MI ടെസ്റ്റ് സാധാരണഗതിയിൽ ഇൻബോൺ പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയ ഒരു ടൂളാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയും ഈ അസസ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നാം ആലോചിക്കുന്നത്. ഒന്നാമത്തെ പ്രയോജനം, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ 8ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കുട്ടികൾ പലതരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് പോകാൻ തുടങ്ങും. നമുക്കെല്ലാം അറിയാം, ഇന്ന് എല്ലാ എൻട്രൻസുകളും +2 കഴിഞ്ഞെഴുതുന്ന എല്ലാ എൻട്രൻസുകളും വളരെ കോമ്പറ്റീറ്റീവാണ്. ലക്ഷക്കണക്കിന് പേരാണ് അത് എഴുതുന്നത്. മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷം 21 ലക്ഷത്തിലേറെ പേരാണ് മെഡിക്കൽ എൻട്രൻസ് എഴുതിയത്. ഇപ്പോൾ ഈ രൂപത്തിൽ വളരെ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ലീഗൽ സ്റ്റഡീസ്, ഡിസൈനിങ്, ഡിസൈൻ എൻട്രൻസ്, ഇങ്ങനെ ധാരാളം എൻട്രൻസുകളുണ്ട്. ഈ എൻട്രൻസ് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ ആരംഭിക്കുന്നു. ചിലത് സ്കൂളിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്, ചിലത് ചില എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളാണ് നടത്തുന്നത്. അപ്പോൾ ഇത്തരം ഫൗണ്ടേഷൻ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ പലതരത്തിലുള്ള എൻട്രൻസുകൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ ഒരു കുട്ടിക്ക്, ഇപ്പോൾ ഒരു പാരൻസിനെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇത്രയും ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണ് എന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അത് കണ്ടെത്തണമെങ്കിൽ MI അസസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകാൻ സാധ്യതയുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ആദ്യം വരുന്ന ഒരു നീഡ് എന്ന് പറയുന്നത്, ഒരു ആവശ്യം. കുട്ടികളെ സംബന്ധിച്ച്, പാരൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ആദ്യത്തെ നീഡ്. കാരണം 1ാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പിന്നെ സ്ട്രീം സെലക്ഷൻ ഒന്നും വരുന്നില്ല. എന്നാൽ 8ാം ക്ലാസ് മുതൽ ഏത് ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അതിന് ഇത് ഉപകാരപ്പെടുന്നു. രണ്ടാമതായി വരുന്നത് +1 സ്ട്രീം സെലക്ട് ചെയ്യലാണ്. +1 സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സയൻസ് സ്ട്രീം ഉണ്ട്. സയൻസിൽ തന്നെ മാത്സ്, ഫിസിക്സ് വരുന്നതുണ്ട്. അതുകൂടാതെ ബയോളജി, മാത്സ്, ഫിസിക്സ് കോമ്പിനേഷൻ ഉണ്ട്. മാത്സ് ഇല്ലാതെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വരുന്ന അങ്ങനത്തെ ബയോളജി സ്ട്രീമുണ്ട്. ഇതുകൂടാതെ കൊമേഴ്സ് സ്ട്രീമുണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഇതിൽ തന്നെ പല ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ വരുന്ന സ്ട്രീമുകളുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിളായ +1 സ്ട്രീം ഏതാണ് എന്ന് പാരൻസിനും കുട്ടികൾക്കും അറിയേണ്ടതുണ്ട്. 10th കഴിയുന്നതോടുകൂടി ഇതറിയണം, അല്ലെങ്കിൽ 9th അറിയണം. അപ്പോൾ ആ സ്ട്രീം സെലക്ഷന് ഈ MI അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിളായ സ്ട്രീം ഏതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ വരുന്നത് എൻട്രൻസ് പരീക്ഷയാണ്. എൻട്രൻസ് ചിലർ എഴുതുന്നുണ്ടാവും, ചിലർ എഴുതുന്നുണ്ടാവില്ല. എഴുതാത്തവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഡിഗ്രി കോഴ്സ് ഏറ്റവും നല്ലത്, ഏറ്റവും സ്യൂട്ടബിളായത് ഏതാണെന്ന് കണ്ടെത്തണം. ധാരാളം ഡിഗ്രി കോഴ്സുകളുണ്ട്. +1 സ്ട്രീം പോലെയല്ല, അനേകം ഡിഗ്രി കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് കണ്ടെത്തുക. ഇനി +2 എൻട്രൻസ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ പ്രൊഫഷണലായി പോകാവുന്നതാണ്. കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം എത്ര സീറ്റുണ്ടോ അത്രയും ടോപ്പ് സ്കോർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അഥവാ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ഡിഗ്രിക്ക് ഏതിനാണ് പോകേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനും ഈ MI അസസ്മെൻറ്റ് ഉപകാരപ്പെടുന്നു. അതുപോലെ PG ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ ഇത് ഉപകാരപ്പെടുന്നു. അതുകൂടാതെ റിസർച്ചിലൊക്കെ കപ്പാസിറ്റിയുള്ള കുട്ടിയാണെങ്കിൽ റിസർച്ചിന് കപ്പാസിറ്റി ഉണ്ടോ എന്നറിയാനും ഈ MI അസസ്മെൻറ്റ് ഉപകാരപ്പെടുന്നു. കാരണം എല്ലാവർക്കും ഡിഗ്രി, PG, PhD വരെ പോകാനൊന്നും സാധിക്കണമെന്നില്ല, അതിനുള്ള താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഡിഗ്രി കഴിയുമ്പോൾ ഒരു ജോലിയിലേക്ക് പോകേണ്ടതുണ്ടാവും. ചിലർ PG കഴിഞ്ഞാൽ ഒരു ജോലിയിലേക്ക് കയറേണ്ടതുണ്ടാവും. റിസർച്ച് വരെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ റിസർച്ചിന് കപ്പാസിറ്റിയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഇതുവഴി സാധിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായ ഗവേഷണ മേഖലകൾ കണ്ടെത്താൻ ഈ MI അസസ്മെൻറ്റ് വഴി സാധിക്കുന്നു. ഇതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് ഷോർട്ട് ടൈം കോഴ്സുകളിലൂടെ എത്രയും വേഗം ഒരു ജോലിയിൽ കയറേണ്ട അങ്ങനെയുള്ള നേച്ചറുള്ള കുട്ടികളുണ്ടാവും. ദീർഘകാലമൊന്നും പഠിച്ചു പോകാൻ അവർക്ക് സാധിക്കില്ല. ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തുകൊണ്ട് +2 കഴിഞ്ഞാലോ അല്ലെങ്കിൽ 10th കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറുക. പ്രത്യേകിച്ചും സ്കിൽ ബേസ്ഡ് ആയ ജോലി. സ്കിൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള പഠനമല്ല, കുറഞ്ഞ ആളുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിയിൽ ആ ജോലിക്ക് വേണ്ട സ്കിൽ സെറ്റ് നേടിയെടുക്കുകയും അങ്ങനെ ആ ജോലിയിൽ കയറുകയും ചെയ്യുക. അങ്ങനെ ലൈഫിൽ സെറ്റിൽ ചെയ്യുക. എന്നാൽ ചിലർ അക്കാഡമിക്കായിട്ട് ധാരാളം പഠിച്ചു പോകാൻ പറ്റുന്നവരായിരിക്കും, അവർക്ക് അങ്ങനെ പോകുക. അപ്പോൾ ഇത്തരത്തിൽ അക്കാഡമിക്കായി ധാരാളം പഠിച്ചു പോകാൻ പറ്റുന്ന കുട്ടികളാരാണ്, അവർ എന്തിലൊക്കെയാണ് പോകേണ്ടത്. എന്നാൽ അങ്ങനെ പറ്റാത്ത കുട്ടികളാരാണ്, അവർ ലൈഫിൽ ഏർലി സെറ്റിൽമെൻറ്റ്, നേരത്തെ തന്നെ അവരൊരു ജോബിൽ, കരിയറിൽ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അവരാരാണ്
ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ. പിന്നെ ഏറ്റവും സ്യൂട്ടബിളായ കരിയർ. ഇപ്പോൾ നമുക്കറിയാം 6-7 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കരിയറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കരിയറാണ്, ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു കരിയറാണ്. സ്ട്രെങ്ത് ഉള്ള ഇൻബോൺ പൊട്ടൻഷ്യലുള്ള മേഖലയിൽ തന്നെയാണ് ഒരു കരിയർ കിട്ടുന്നതെങ്കിൽ എക്സലൻ്റായി പെർഫോം ചെയ്യാൻ സാധിക്കും. ഇത് മാറിപ്പോയാൽ ചിലപ്പോൾ അങ്ങനെ സാധിക്കണമെന്നില്ല. അപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കരിയേഴ്സ് ഏതൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളെല്ലാം 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായോ തൊട്ട് ശേഷമായോ നടക്കുന്ന ഈ MI അസസ്മെൻറ്റിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു. ഇത്രയും വളരെ വിപുലമായ പ്രയോജനങ്ങൾ ഈ MI അസസ്മെൻറ്റിലൂടെ കുട്ടികൾക്കും പാരൻസിനും ഒക്കെ ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ പലപ്പോഴും കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ, ജോബുകൾ സെലക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ സ്ട്രീം സെലക്ഷന് നേരിടുന്ന പല കുട്ടികളും നിങ്ങളുടെ റിലേറ്റീവ്സായും സുഹൃത്തുക്കളായിട്ടുമൊക്കെ ഉണ്ടാകാം. അവർക്കിത് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നു വരുന്ന വീഡിയോകൾ പതിവായി ലഭിക്കാൻ നിങ്ങൾക്ക് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായി തീർക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ പോയിന്റുകൾ സൂചിപ്പിച്ചാൽ ആ ഫീഡ്ബാക്ക് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇനിയുള്ള വീഡിയോകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ, ഇൻഡിവിജ്വലി ഒരു കുട്ടിക്ക് ഈ ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ പാരൻസിന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്കൂളിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അവർക്ക് കോഴ്സ് ആൻഡ് കരിയർ ഗൈഡൻസ് കൊടുക്കാൻ താല്പര്യമുള്ള അധ്യാപകർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കപ്പാസിറ്റി മാപ്പ് ചെയ്യുന്ന ടെസ്റ്റുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. അവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ അതിനും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്